സോഷ്യൽ മീഡിയ ഇന്ന് തരംഗമാണ്. എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് അങ്ങ് പ്രചരിപ്പിക്കുക. ഇതൊരു മഞ്ഞപ്പത്രത്തെ ചില സമയങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയ മഞ്ഞപ്പത്രത്തെക്കാളും അധപ്പതിച്ചു പോകാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഓവർ ഫ്രീഡം ആണെന്ന് പലപ്പോഴും നമുക്ക് ഇരുന്ന് കാണുന്ന ആൾക്കാർക്ക് തോന്നും. ആ പരുവത്തിനാണ് ആൾക്കാർ ഓരോന്നും സോഷ്യൽ മീഡിയയിൽ, അതൊരു ക്യാമറ ഒന്നും വേണ്ട, ഒരു മൊബൈൽ ഫോൺ കയ്യിലുണ്ട്, ഒരു മൈക്ക് പോലും വേണമെന്നില്ല, ശബ്ദമില്ലാത്തൊരു റൂമിൽ ഇരുന്നുകൊണ്ട് എന്തും വിളിച്ചു പറയാം എന്നാണ്. ഇതൊരു തൊഴിലാക്കിയ ഒരുപാടധികം പ്രൊഫഷണൽസ് ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, അങ്ങനെ ഒരുപാട്. അത് ട്രാവൽ വ്ളോഗ്സ് ഉണ്ട്, കിച്ചൺ വ്ളോഗ്സ് ഉണ്ട്, ഫാമിലി വ്ളോഗ്സ് ഉണ്ട്, സോഷ്യൽ മീഡിയ ഇഷ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എന്റർടൈൻമെന്റ് വ്ളോഗ്സ് ഉണ്ട്, സിനിമ വ്ളോഗ്സ് ഉണ്ട്. അങ്ങനെ പലതരത്തിൽ ഇഷ്യൂസ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്. അതിന്റെ ജെന്യൂനിറ്റി പരിശോധിച്ച് അതവര് മറ്റു പത്ര മാധ്യമങ്ങളിൽ നിന്നോ സാറ്റലൈറ്റ് മാധ്യമങ്ങളിൽ നിന്നോ നോക്കുന്ന വാർത്തകൾ ക്രോഡീകരിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്ന ഫീമെയിൽസും ഉണ്ട്, മെയിൽസും ഉണ്ട്, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സും ഉണ്ട്. എല്ലാ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരും സോഷ്യൽ മീഡിയ നമ്മൾ അവരെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ചെയ്യാതെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് തന്നെ പറയാം. അക്കൂട്ടത്തിൽ സ്മൃതി എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക്, സ്മൃതി എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, ആ ഇൻഫ്ലുവൻസർ അത്യാവശ്യം റിയാക്ട് ചെയ്യുന്ന ഒരാളാണ്. അത്യാവശ്യം സോഷ്യൽ മീഡിയ അട്രോസിറ്റീസിനെ കുറിച്ച് അവരുടേതായ ഭാഷയിൽ ഇരുന്ന് വിമർശിക്കുകയും വളരെ സൗമ്യതയോടുകൂടി തന്നെ കാര്യങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി കഴിഞ്ഞ ദിവസം ഒരു സൈബർ ബുള്ളിങ്ങിന് ഇരയായി. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പേര് നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്, ജസ്ന സലീം. ജസ്ന സലീം ഈ സ്മൃതിയെക്കാളും, സ്മൃതി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ വളരെ കുറച്ച് ആൾക്കാർക്കായിരിക്കും അറിയാൻ പറ്റും, കൂടിയെന്നാൽ അവരുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രം, അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള കുറച്ചധികം ആൾക്കാർ ജസ്നയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ ജസ്ന സലീമിനെ ഒരു പക്ഷെ മലയാളികൾ എവിടെ ഉണ്ടോ അവിടെയൊക്കെ അറിയാം. അത് നല്ല രീതിയിലല്ല അറിയപ്പെടുന്നത്, അവർ കണ്ണന്റെ ഭക്തയാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് അറിയപ്പെടുന്നത്. പലവട്ടം ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്നും അമ്പല നടയിൽ നിന്നുമൊക്കെ ഒരുപാട് വാണിങ്ങുകൾ അവർക്ക് കിട്ടുകയുണ്ടായി. ഗുരുവായൂർ പോലീസിൽ പോലും, പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലും അവർക്ക് വാണിംഗ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. എന്തിനായാലും ജസ്നയുടെ ഒരു പ്രത്യേകത എന്ന് ജസ്ന പറയുന്നത്, അവർ കണ്ണന്റെ തോഴിയാണ്. കണ്ണനെ അവർ എപ്പോഴും സ്വപ്നം കാണുന്നു. അതായത് നമ്മുടെ കൃഷ്ണൻ, ഗുരുവായൂർ കണ്ണൻ, ഭഗവാൻ, അദ്ദേഹത്തെ സ്വപ്നം കാണുന്നു. അദ്ദേഹത്തിന്റെ ജസ്ന ബൈ ബർത്ത് കൊണ്ടൊരു മുസ്ലിം കാസ്റ്റ് ആണ്, ഒരു ന്യൂനപക്ഷ കമ്മ്യൂണിറ്റിയിലെ മുസ്ലിം കാസ്റ്റ് ആണല്ലോ അവർ ജനിക്കുന്നത്. പക്ഷെ അവർക്ക് കൃഷ്ണനോട് അദമ്യമായ സ്നേഹം. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് മറ്റു കാസ്റ്റുകളിൽ ജനിച്ചിട്ട് അല്ലെങ്കിൽ ജീവിച്ചിട്ട് പിന്നീട് ഹൈന്ദവ മതത്തോടും അതിന്റെ ദൈവങ്ങളോടും താല്പര്യം തോന്നി അതിൽ ആ മതത്തിലേക്ക് മാറുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നേരെ തിരിച്ചുകൊണ്ട് ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയിൽ അഭിനിവേശം കൂടിയിട്ട് ഈ പറയപ്പെടുന്ന പോലെ ഒരുപാട് പള്ളികളിലേക്കും അതുപോലെ ഒരുപാട് രൂപങ്ങളെയും ആരാധിക്കുകയും ക്രിസ്ത്യാനിറ്റിയുടെ ആ ഒരു പള്ളിയുടെ സൈലൻസ് ഒക്കെ ഇഷ്ടപ്പെട്ട്, ബൈബിളിലെ വ്യാഖ്യാനങ്ങൾ ഇഷ്ടപ്പെട്ട് ആ ഒരു വഴി പോകുന്ന ആൾക്കാരുണ്ട്, മിഷണറീസ് ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ കമല സുരയ്യ, മാധവിക്കുട്ടി, അവർ ഹൈന്ദവ ജാതിയായിരുന്നു അല്ലെ? തീർച്ചയായിട്ടും അവര് മുസ്ലിം മതത്തിൽ ആകൃഷ്ടയായി ഇവൻ പർദ്ദ പോലും ധരിച്ചുകൊണ്ട് അവർ പിന്നീട് ഇന്റർവ്യൂസിലൊക്കെ ഇരുന്ന് നമുക്കറിയാം, വളരെ ഫേമസ് ആയിട്ടുള്ള, നമ്മളെ കഥകൾ കൊണ്ട് ത്രസിപ്പിക്കുന്ന, പ്രണയം കൊണ്ട് ത്രസിപ്പിക്കുന്ന, അവരുടെ വാക്കുകൾ കൊണ്ട് നമ്മളെ രോമാഞ്ച പുളകിതമാക്കുന്ന ഒരു കവയത്രി അല്ലെങ്കിൽ ഒരു കഥാകാരിയായിരുന്നു മാധവിക്കുട്ടി. അവർ കമല സുരയ്യ എന്ന പേര്, കമല സുരയ്യ എന്ന പേര് സ്വീകരിക്കുകയുണ്ടായി. അപ്പോ മതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആകൃഷ്ടരാകുക, അല്ലെങ്കിൽ അതിൽ ഓരോ മതത്തിലെയും ദൈവങ്ങളോട് ഒരു വ്യക്തിക്ക് ഇഷ്ടം തോന്നുക, ആരാധന തോന്നുക എന്നത് സ്വാഭാവികമായിട്ട് അയാളുടെ മാത്രം ഒരു പേഴ്സണൽ പെർസ്പെക്റ്റീവാണ്. പക്ഷേ അങ്ങനെ തോന്നുമ്പോൾ അത് അയാളുടേത് മാത്രമായിരിക്കണം. അത് സോഷ്യൽ മീഡിയയിൽ പറയുന്നതിനും തെറ്റില്ല. പക്ഷേ അതൊരു വ്യാജം എന്ന രീതിയിൽ, അല്ലെങ്കിൽ എന്തുമാകാം എന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രത്യേകത, ജസ്നയുടെ പ്രത്യേകത എന്ന് അവർ പറയുന്നത്, അവർക്ക് കൃഷ്ണന്റെ പടങ്ങൾ വരച്ചാണ് അവർ ജീവിക്കുന്നതെന്ന് പറയുന്നു. ഒരു 3-4 മണിക്കൂർ എടുത്ത ഒരു കൃഷ്ണന്റെ ഒരു പടം, വളരെ മിഴിവുറ്റ പടങ്ങളാണ് അവർ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അതിൽ എന്തൊക്കെയോ മാൽ പ്രാക്ടീസ് ഉണ്ട്, ഇതൊന്നും ജസ്ന സ്വന്തമായിട്ട് ചെയ്യുന്നതല്ല എന്നുള്ള ആരോപണങ്ങളായിരുന്നു സ്മൃതി അവരുടെ റിയാക്ഷൻ വീഡിയോയിൽ ഇരുന്ന് ചെയ്യുന്നത്. ജസ്നയുടെ ഭാഗത്ത് എന്തൊക്കെയോ മാൽ പ്രാക്ടീസ് നടക്കുന്നുണ്ട്, അവർ ജെനുവിൻ അല്ല, അങ്ങനെ പലയിടത്തും കേൾക്കുന്നുണ്ട്, അവർ ജെനുവിൻ അല്ല എന്ന് പറയുന്നു. ശരി, പ്രത്യാരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കോമൺ ആണ്. ഇപ്പോൾ അതൊരു സ്ഥിരമായിട്ടുള്ള കാഴ്ചയായി മാറിയിരിക്കുന്നു. ഒരു യൂട്യൂബർ മറ്റൊരു യൂട്യൂബറെ പറയുന്നു, നീ ചെയ്ത് അങ്ങനെ ശരിയല്ല, ഞാൻ ചെയ്തതാണ് ശരി, നിനക്ക് എന്തറിയാം. അങ്ങനെ ജയിക്കാൻ വേണ്ടി നമ്മൾ വീട്ടിൽ തമ്മിൽ തല്ലുന്ന പോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നാണ് യൂട്യൂബ് വ്ളോഗേഴ്സ് തമ്മിൽ തല്ലുന്നത്. സോ അതായിക്കോട്ടെ, അതൊരു കോണ്ടന്റ് ക്രിയേഷന്റെ ഭാഗമായിട്ട് അത് രണ്ടു കൂട്ടർക്കും കോണ്ടന്റ് കിട്ടുവാണ് അവിടെ. ഓക്കെ, അതവരുടെ പ്രൊഫഷനാണ്, അത് മാന്യമായ ഭാഷയിൽ തമ്മിൽ അതായത് പരസ്പരം അവരുടെ വ്യക്തിഹത്യ ചെയ്യാതെ, അവരുടെ ഫാമിലിയെ ടച്ച് ചെയ്യാതെ പരസ്പരം ബഹുമാനത്തോടുകൂടി തർക്കിക്കാം അല്ലെങ്കിൽ വാദിക്കാം. പക്ഷെ ഇവിടെ ജസ്ന ചെയ്തത് ഇച്ചിരി കടന്ന കൈയായിരുന്നു. അതായത് തനിക്കെതിരെ ജസ്ന പറയുന്നത്, സ്മൃതി എന്ന് പറഞ്ഞ വ്യക്തി തനിക്കെതിരെ വ്യാജ പ്രചരണമാണ് നടത്തുന്നത്, അതുകൊണ്ട് ഈ പെൺകുട്ടിക്കെതിരെ ഞാൻ വ്യാജ പ്രചരണം നടത്തും, വ്യാജ പ്രചരണം നടത്തുന്നതിന്റെ വേദന ഇവളുടെ കുടുംബക്കാരും അറിയണമെന്നുള്ള വോയിസ് നോട്ട് ഇപ്പോൾ സ്മൃതി അവരുടെ യൂട്യൂബ് ചാനൽ പുറത്തുവിട്ടിട്ടുണ്ട്. വ്യാജ പ്രചരണം എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയെ കുറിച്ച് പറയാൻ പാടില്ലാത്ത വളരെ മോശമായിട്ടുള്ള ഒരു പ്രചരണമാണ് അവര് ചെയ്തത്.
ആ പ്രചരണം എന്താണെന്ന് നമ്മൾ ന്യൂസ് ചാനലിലൂടെ, ഇത് ന്യൂസ് ചാനലാന്ന് പറയുമ്പോൾ നമ്മൾ അത് പറയാൻ പാടില്ല. കാരണം അത് പറയും തോറും പിന്നീടും ആ പെൺകുട്ടിയുടെ ക്രെഡിബിലിറ്റി അത് ബാധിക്കുന്നു. അവരെന്തു ആയിക്കൊള്ളട്ടെ, അവരുടെ തമ്മിലുള്ള വിഷയങ്ങൾ എന്തോ, ജസ്നയും സ്മൃതിയും തമ്മിലുള്ള വിഷയങ്ങൾ എന്തോ ആയിക്കോട്ടെ, ഇവിടെ നിയമമുണ്ട്, ഇവിടെ പോലീസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സൈബർ വിങ് ഉണ്ട്. സൈബർ വിങ് കേരളത്തിൽ വളരെ എഫക്റ്റീവ് ആണ് എന്നാണ് പറയപ്പെടുന്നത്. വളരെ ഫ്രോഡുകളും പൈസ തട്ടലും ഓൺലൈൻ വെട്ടിപ്പും തട്ടിപ്പും മോർഫിങ്ങും കോൺസൈറ്റിന്റെ കാര്യങ്ങളും എല്ലാം സൈബർ പോലീസ് വളരെ ചടുലമായ രീതിയിൽ കൈകാര്യം ചെയ്യും, ഹാൻഡിൽ ചെയ്യുന്ന ഒരു അടിപൊളി ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്. അത് എല്ലായിടത്തും ഉണ്ട്. എങ്കിലും കേരളത്തിൽ അത് കുറെ കൂടെ സജീവമാണ്, കുറെ കൂടെ സ്മാർട്ടാണ്. അപ്പൊ നമുക്ക് പരാതി കൊടുക്കാം, നേരിട്ട് ചെല്ലാം. സൈബർ വിങ് അല്ലെങ്കിൽ സൈബർ ഡിപ്പാർട്ട്മെന്റ് ഇന്ന് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഉണ്ട്. സോ ഈ പറയപ്പെടുന്ന ജസ്നയ്ക്ക് നേരെ സൈബർ പോലീസ് സ്റ്റേഷനിൽ പോകാമായിരുന്നു. തനിക്കെതിരെ പ്രചരണം നടത്തുന്നത് വ്യാജമാണ്, സ്മൃതിക്കെതിരെ കേസ് എടുക്കണം എന്ന് പറയാം. സ്മൃതി അതാണ് ചെയ്തത്. ഈ പറയപ്പെടുന്ന ജസ്ന പറഞ്ഞ കാര്യങ്ങൾ ഒരു പെൺകുട്ടിക്ക് സഹിക്കാൻ പറ്റാത്ത, നോർമൽ ആയിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് സഹിക്കാൻ പറ്റാത്ത, അവരുടെ ക്രെഡിബിലിറ്റിയും അവരുടെ വ്യക്തിത്വത്തെയും തകർത്തെറിഞ്ഞു കളയുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മൾ തെറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിന് ഒരു കളങ്കവും വരാത്ത ഒരാളാണെങ്കിൽ അതൊരിക്കലും സഹിക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള വ്യാജ പ്രചരണം നമ്മൾ ആ വീഡിയോ പലയിടത്തും പ്രചരിക്കുന്നുണ്ട്. അപ്പൊ ജസ്ന അത്തരമുള്ള വ്യാജ പ്രചരണം വളരെ മാന്യമായിട്ട് വന്നിരുന്ന ഒരു വ്യാജ പ്രചരണം ഒരു എന്താ പറയുന്ന ഒരു പേടിയും ഇല്ലാതെ പറയുക ഒരാളെ കുറിച്ച്. അപ്പൊ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പറയുകയാണ് ഒരു വ്യക്തി ഇങ്ങനെയാണ്, അയാളെ കുറിച്ച് ഞാനത് കണ്ടു ഒന്നൊരു പ്രചരണം നടത്തുക. അത് പറയുന്ന എനിക്കും ഈ പറയപ്പെടുന്ന ഷൂട്ട് ചെയ്യുന്ന ക്യാമറാമാനും അറിയാം അത് കള്ളമാണെന്ന്. പക്ഷേ എന്നിട്ടും പറയുകയാണ് ഞാനത് കണ്ടു, ഞാൻ അതിന് സാക്ഷിയാണ്. അപ്പൊ ഇത് അന്വേഷിക്കേണ്ട ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഇത് ഇവിടെ നിന്നും നിൽക്കുന്നതല്ല. ശരിക്കും ഇത് അന്വേഷിക്കേണ്ട ഡിപ്പാർട്ട്മെന്റ് പോലീസാണ്, സൈബർ പോലീസാണ് ഇത് അന്വേഷിക്കേണ്ടത്. കാരണം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് സംസാരിക്കാനുള്ള റൈറ്റ് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള റൈറ്റ് ഉണ്ട്, നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് പ്രസംഗിക്കാനുള്ള റൈറ്റ് ഉണ്ട്, എന്തും ചെയ്യാം, എന്തും പറയും. പക്ഷെ അതിനൊക്കെ ഒരു അതിർവരമ്പുണ്ട്, നിയമത്തിന്റെ ഒരു അതിർവരമ്പ് നമ്മൾ എപ്പോഴും ഒതുക്കി. അത് പലപ്പോഴും ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയക്കാർ മറക്കുന്നു, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് മറക്കുന്നു എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് മാത്രമല്ല, കമന്റ് ഇടുന്നവരും അതൊന്നും ഓർക്കാറില്ല. അത് എന്തുകൊണ്ടാണ് ഓർക്കാത്തത്? തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള ശിക്ഷ കൊടുക്കാത്തത് കൊണ്ടാണ്. ഇപ്പോ ഈ ജസ്നെ പലവട്ടം പോലീസ് പല കാര്യത്തിലും വാൺ ചെയ്തിട്ടുണ്ട്. ജസ്നയുടെ മതത്തിൽ നിന്ന് തന്നെ ജസ്നയ്ക്ക് പലതരത്തിലുള്ള ക്രിറ്റിസിസം വന്നിട്ടുണ്ട്. ഇപ്പൊ ജസ്ന പുതിയ വീട് വെക്കുമ്പോഴും ജസ്ന മതം മാറി എന്ന് പറയുമ്പോഴും അതൊന്നും ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കാണിക്കുമ്പോഴും അതിനൊരു ജെനുവിറ്റി ജനങ്ങൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ പോകുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ പരാമർശിച്ചാണ് ജസ്നെ ചൊടിപ്പിച്ചത്. സ്വാഭാവികം, അത് അവരുടെ പേഴ്സണൽ ഇഷ്ടമാണ്, അവർ സോഷ്യൽ മീഡിയ കാണിക്കുകയോ കാണിക്കാതിരിക്കുകയോ ചെയ്യും. പക്ഷേ സ്മൃതിയെ സംബന്ധിച്ചിടത്തോളം, സ്മൃതി എന്ന ആ യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം അവരെ കുറിച്ച് പറയാൻ പാടില്ലാത്ത ഒരു വളരെ മോശമായിട്ടുള്ള മലേശ്വരമായിട്ടുള്ള കാര്യങ്ങൾ പറയുക, അവർ സൈബർ പോലീസിൽ കണക്ട് ആവുകയും അവർ പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നമുക്ക് പറയാനുള്ളത്, ഒരു വാർത്താ മാധ്യമം എന്ന നിലയിൽ ABN ന്യൂസിന് മലയാളത്തിന് പറയാനുള്ളത് വേറൊന്നുമല്ല. നമ്മളൊരാളുടെ വ്യക്തിഹത്യ ചെയ്യുമ്പോൾ അത് ഈ ലോകം മുഴുവൻ ഇരുന്ന് കാണുകയാണ്. ഓക്കെ, നമുക്ക് ചെയ്യാം. ഇപ്പൊ നമ്മൾക്കെതിരെ വ്യക്തിഹത്യ ചെയ്താൽ തീർച്ചയായിട്ടും ശരി, അപ്പോ ജസ്നയ്ക്ക് ചോദിക്കാം എനിക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ. പക്ഷെ തനിക്കെതിരെ സ്മൃതി എന്ന് പറഞ്ഞ വ്യക്തി മാത്രമല്ല പ്രചരണങ്ങൾ നടത്തിയിരിക്കുന്നത്. ഒരുപാട് യൂട്യൂബ് ചാനലുകാർ ഈ പറയപ്പെടുന്ന ജസ്ന സലീമിനെതിരെ പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്, റിയാക്ഷൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിന് ഒരു കടന്ന കൈ, അറ്റക്കൈ എന്ന നിലയിൽ സ്മൃതിയോട് മാത്രം ഇങ്ങനെ ചെയ്തതിന്റെ കാരണം തീർച്ചയായിട്ടും അവരെ തകർത്ത് കളയുക എന്നുള്ളതാണ്. വോയിസ് ക്ലിപ്പുകളും സ്മൃതി ഇപ്പോൾ അവരുടെ ചാനലിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു കൺട്രോൾ ഇല്ലാത്തതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ ഇരുന്ന വ്ളോഗേഴ്സിനും പരസ്പരം ഇങ്ങനെയുള്ള പോരുകൾ നടത്തുന്ന വ്ളോഗേഴ്സിനും അവരുടെ നാക്കിനൊരു കടിഞ്ഞാടുന്ന വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇതൊന്നും അപ്ലോഡ് ചെയ്യാൻ തരത്തിലുള്ള സംവിധാനങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഉണ്ടാക്കി കൊടുക്കരുത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം സൈബർ പോലീസിന്റെ അണ്ടറിലായിരിക്കണം. അവർ തീർച്ചയായിട്ടും ഇതിന് കൃത്യമായിട്ട് മോണിറ്ററിംഗ് തീർച്ചയായിട്ടും ഇതിന് വെക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് IBN മലയാളം.